നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി അമ്മൻ, ആയുർവേദ കൺസൾട്ടന്റ് വിത്ത് ആയി ശക്തി ഇൻ മുംബൈ. നമ്മുടെ വീടിന്റെ ചുറ്റും അല്ലെങ്കിൽ പരിസരത്തൊക്കെ ആയിട്ട് ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കുറെ ചെടികൾ നമുക്ക് കാണാറുണ്ടല്ലേ. അതുപോലെ ഒരു ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെടീനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുറ്റിക്കാട്ടിലൊക്കെയാണ്, റോഡിന്റെ സൈഡിലൊക്കെയാണെന്ന്. പക്ഷെ ധാരാളം പവർഫുൾ ആയിട്ടുള്ള ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ആയുർവേദത്തിൽ നമ്മളിതിന് ധത്തുര എന്നാണ് പറയാ, മലയാളത്തിൽ നമ്മളിതിന് ഉമ്മത്തിന്റെ ചെടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വെള്ള കളറിൽ അല്ലെങ്കിൽ കറുത്ത കളറിലൊക്കെ ആയിട്ട് നമുക്കിതിനെ കാണാനായിട്ട് പറ്റും. സയന്റിഫിക് പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ സാൻഡിയം സ്ട്രുമാരിയം എന്നാണ് നമ്മളിതിനെ പറയാ. പലതരം സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ്, അർട്ടിക്കേരിയ, അങ്ങനെ പറയുന്ന പലതരം സ്കിൻ കണ്ടീഷൻസിലും, ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവുകൾ പോലെയുള്ള കാര്യങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പവർഫുൾ ആയിട്ട് നല്ല രീതിയിൽ ഉണക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യവും, ജോയിന്റ്സിൽ ഉണ്ടാകുന്ന വേദന, ഇപ്പൊ നിങ്ങൾക്ക് സന്ധികളുടെ ഭാഗത്തൊക്കെ നല്ല വേദനയുണ്ട്, മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. കാരണം ഇതിൽ ടോക്സിക് കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കുറച്ച് രീതിയിൽ നമ്മൾ അറിയാതെ ഒരു നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അത് ടോക്സിക് ആയിട്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിന്റെ പലതരത്തിലുള്ള യൂസസ്, ഏതൊക്കെ കണ്ടീഷൻസിന് നല്ല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു ഉമ്മത്തിന്റെ ചെടി അറിയാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഇല നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1-2 മീറ്റർ നീളത്തിലായിരിക്കും ഇതിന്റെ ഇല കാണാനായിട്ട് ഉണ്ടാകുക. അതുപോലെ തന്നെ ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു കായയുടെ പുറത്ത് ചെറിയ ചെറിയ മുള്ളു പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഔഷധത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇലയും അതുപോലെ തന്നെ കായയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സീഡ്സ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഔഷധത്തിന് വേണ്ടി യൂസ് ചെയ്യുക. പക്ഷേ ഔഷധത്തിനായിട്ട് നമ്മളൊരു പ്യൂരിഫിക്കേഷൻ പ്രോസസ് ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കുക. പക്ഷെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പുറത്ത് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഇനി ഈ ഒരു ഉമ്മത്തിൽ ചില സ്പെഷ്യൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. ഫ്ലാവിനോയിഡ്സ്, അതുപോലെ തന്നെ പോളിസാക്കറൈഡ്സ് എന്നീ പറയുന്ന ചില കോമ്പൗണ്ട്സ്. പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനൊക്കെ ചെറുത്തിട്ട് നമ്മുടെ സ്കിന്നിനെ ഡാമേജിൽ നിന്ന് സഹായിക്കാനും ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഈ രൂപത്തിന്റെ ചെടിയുടെ യൂസസിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്, അതായത് സ്കിന്നിലെ എക്സിമ പോലെയുള്ള പ്രശ്നങ്ങൾ, ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ്, സ്കിന്നിൽ ഇപ്പൊ എന്തെങ്കിലും റാഷസ് പോലെയുള്ള കാര്യങ്ങൾ, ചൊറിച്ചിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഉമ്മത്തിന്റെ ഇല അരച്ച് പുരട്ടുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉമ്മത്തിന്റെ ഒരു 1-2 ഫ്രഷ് ആയിട്ടുള്ള ഇല എടുക്കുക. ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു ജാറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നിങ്ങൾ പുരട്ടിയിട്ട് ഒരു 10-15 ഒരു 20 മിനിറ്റ് വരെ നന്നായിട്ട് വെച്ചിട്ട് കഴുകി കളയാവുന്നതുമാണ്. ഇനി ഈ ഒരു എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ സീസണിലും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് മഴക്കാലത്ത് മാത്രമാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ എങ്ങനെ ഇതിന് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉമ്മത്തിന്റെ കായ ഉണ്ടല്ലോ, കായയുടെ ഉള്ളിൽ കാണുന്ന സീഡ്സ് ഇല്ലേ, ഇതിന്റെ സീഡ്സ് നിങ്ങൾ ഉണക്കി പൊടിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ എടുത്തു വെക്കാം. എന്നിട്ട് എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഉമ്മത്തിന്റെ ഇല കിട്ടാത്തതായിരിക്കും വരുന്നത്, ആ ഒരു സമയത്ത് ഈ പൊടിച്ചു വെച്ച സീഡ്സിന്റെ കുറച്ച് പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് പുരട്ടി വെക്കാവുന്നതാണ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഒരു ഗുണം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മുറിവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ഉണക്കാനും ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനായിട്ട് നമ്മൾ ഉമ്മത്തിന്റെ ഇല പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ പേസ്റ്റിന്റെ നീര് മാത്രം എടുക്കുക, അതായത് ജ്യൂസ് മാത്രം എടുക്കുക, അരിച്ചിട്ട് ജ്യൂസ് എടുക്കുക. ശേഷം ഒരു കോട്ടൺ എടുത്തിട്ട് ആ ജ്യൂസിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എവിടെയാണ് നിങ്ങൾക്ക് മുറിവ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിൽ ഒരു ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ മുറിവിനൊക്കെ പെട്ടെന്ന് ഉണക്കാനും ഇതിന് നന്നായിട്ട് കഴിവുള്ള ഒരു കാര്യം കൂടിയാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും വേദന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മസിൽസിൽ വേദനയുണ്ട്, ജോയിന്റ്സിൽ വേദനയുണ്ട്, മുട്ടില് വേദനയുണ്ട്, നടുവിന് വേദനയുണ്ട്, ഇപ്പൊ നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങൾ, കാലിലൊക്കെ നന്നായിട്ട് നീര് വന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ പറയുന്ന കണ്ടീഷൻസിലും നമുക്ക് ഉമ്മത്തിന്റെ ഇലയും അതുപോലെ തന്നെ ഈ പൊടിച്ചു വെച്ചിട്ടുള്ള കുരുവിന്റെ പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ഇല എടുത്തിട്ട് പേസ്റ്റ് ആക്കി വെക്കുക. ആ പേസ്റ്റിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഈ കുരു ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിന് വളരെ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള നല്ല റിസൾട്ടും ഇതിലൂടെ കിട്ടും.
അതുപോലെ തന്നെ മൈഗ്രെയിൻ റിലേറ്റഡ് തലവേദനയ്ക്കുള്ള ആളുകൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും ട്ടോ. തലവേദനയുള്ള ആളുകളാണെങ്കിൽ ഉമ്മത്തിന്റെ ഇല അരച്ച് പുരട്ടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയാണ്, ഫേസിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാനും കൂടി നോക്കുക. കാരണം ഫേസ് എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണല്ലോ. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ഇതിലൊരു കൂളിംഗ് ഇഫക്റ്റ് നന്നായിട്ട് കിട്ടും. അപ്പോൾ കൂളിംഗ് ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് തലവേദന പോലെയുള്ള കാര്യങ്ങൾക്കും നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിന്റെ ഒരു സേഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ദത്തരയിൽ അല്ലെങ്കിൽ ഉമ്മത്തിൽ കുറച്ച് ടോക്സിക് എലിമെന്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ആയുർവേദത്തിലൊക്കെ നമ്മൾ ഇതിനെ പ്യൂരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ പുറത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടി നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം ചില ആളുകൾക്ക് ചിലപ്പോൾ ഇത് ഇറിറ്റേഷൻ ചെയ്തു എന്ന് വരാം, ചില ആളുകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എല്ലാവരുടെ സ്കിന്നും വളരെയധികം ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് കൂടി നോക്കുക. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ കണ്ണിലും അതുപോലെ തന്നെ ചുണ്ടിലും വായിലൊക്കെ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ കൂടി നോക്കണം. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ പറയാണ്, കുറച്ച് പോയിസണസ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസും ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് പുറത്തിപ്പോ എന്തെങ്കിലും ഓയിൽമെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം ഈ ഒരു കാര്യം പുറത്ത് അപ്ലൈ ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആണ്, നമ്മുടെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. അപ്പൊ എല്ലാവരുടെ ശരീരത്തിലും അത് ഷൂട്ട് ചെയ്യണമെന്നും ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. സോ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.